ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പപ്പാനായിട്ട് ഹാങ്ങിങ് ഗാർഡൻ പോവാണ്. മറ്റേത് എല്ലാവരും ഉണ്ടായിരുന്നില്ല, എന്നാണില്ല, നമ്മൾ പപ്പാനായിട്ട് മാത്രം പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ മലനിരകളൊക്കെ കയറണം. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഇതില്ലേ, മരം, അതിൻ്റെ ഒരു ടെറഫ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പോണ വഴിക്കാണ്. ചിലപ്പോൾ നമുക്ക് കാണുമല്ലോ, ചിലപ്പോൾ കാണൂല. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് അവിടുത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറയാ, അവിടെ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്ത് പോയി, സോറി. അപ്പോൾ നമ്മൾ ഈ വഴി കൂടെ പോവാണ്. ഇതൊരു സ്ഥലം എന്ന് വെച്ചാൽ എന്താണ്, കൽബല്ലേ, കൽബ ടവർ ക്ലോക്ക് അറിയോ, അതിൻ്റെ ഒക്കെ ഒരിടത്തുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ പോണത്. മറ്റേത് നമ്മൾ രാത്രി ഒക്കെ ആയപ്പോഴാണ് പോയത് കേട്ടോ. നമ്മൾ ഉച്ചക്കാണ് പോണത്, 3 മണി 4 മണി സമയത്ത്. അപ്പോൾ മറ്റേ നമ്മൾ 5 മണിക്കായിട്ടാണ് പോയത്. അതുകൊണ്ട് ഫുള്ള് ഇരുട്ടായിട്ട് ഇതൊന്നും കാണാൻ തന്നെ പറ്റില്ല. വലിയ മലകൾ. ഇപ്പോൾ മഴക്കാലത്തൊക്കെ പോയാൽ അതിന് വല്ലതും ഉരുണ്ട് വീഴും, അതിൻ്റെ കട്ടകളൊക്കെ. അതുകൊണ്ട് മഴക്കാലത്ത് ഞാനും പോവരുത്, എനിക്കതേ പറയാനുള്ളൂ. മഴക്കാലത്ത് പോയാൽ പിന്നെ എൻ്റെ ഒരു പൊടി പോലും കിട്ടില്ല. ഇത് മലയുടെ ഉള്ളിൽ കൂടെ ഉള്ളൊരു തൊര. അപ്പം ആ തുരങ്കത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ അത് കഴിയണില്ല കേട്ടോ, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മലല്ലേ, അത് വലുതല്ലേ, അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പോവാണ്. അപ്പോൾ അവിടെ എത്തുന്നില്ല കേട്ടോ. ഞാൻ വെച്ചിട്ട് എത്താത്ത ഡോറോ. അങ്ങനെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവർ ഈ മറ്റേ ഇതൊക്കെ അല്ലേ, ഇതാണ് നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ. അപ്പോൾ ഈ മലകളൊക്കെ അവർ വെട്ടിയിട്ട് അവിടെ സിമെൻ്റ് ഇട്ട് തേച്ചിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഹാങ്ങിങ് ഗാർഡൻ കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വേണം. നമുക്ക് ഈ മലയൊക്കെ കയറാം കേട്ടോ, സ്റ്റെപ്പ് കൂടെ. അത് ഓപ്പണാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ റേറ്റ് വരുന്നത് 5 ആണ് റേറ്റ് വരുന്നത് ഒരാൾക്ക്. കുട്ടികൾക്ക് ഇല്ല കേട്ടോ, 12 വയസ്സ് മുതലേ ഉള്ളൂ കുട്ടികൾക്ക്. പിന്നെ ഞാനാണിത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മറ്റേ സ്കേറ്റ് ചെയ്യുന്ന സ്ഥലമില്ലേ, അവിടെ പോയതാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ പാർക്കുകളുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, പിന്നെ ജമ്പിങ് ചെയ്യുന്ന സാധനമുണ്ട്. പിന്നെ അതുപോലെ ഈ ഊഞ്ഞാലുണ്ട്, അതൊക്കെ സംഭവമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് രംഗമുണ്ട് കണ്ടോ. ഇതാണ് ജമ്പിങ്ങിൻ്റെ. അപ്പം ഞാൻ വേറെയിൽ എന്തോ എക്സസൈസിൽ കയറിയൊക്കെയാണ്. അപ്പം ഞാൻ കണ്ടോ, ഇതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെയാണ് ഞാൻ വീണതാണ് കേട്ടോ. അങ്ങനെ ഇതൊരു ടാസ്ക്കാണ്. നമ്മൾ ഇതേ കൂടെ പോയി അതേ കൂടെ എത്തണം. അപ്പോൾ നമ്മൾ ഇതേ കൂടെ വരികയാണ് എന്നിട്ട് നമുക്ക് അപ്പുറത്ത് കടക്കണം. മറ്റേ ഇത് ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. ഇത് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് പൂകള. പിന്നെ അപ്പുറത്തൊന്നും ഒന്നി തരാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സമയത്താണ്. പിന്നെ ഒരു വട്ടം ഇറങ്ങുന്നത്. അപ്പത്തിന് തല ഇറങ്ങിയിരിക്കാൻ അവിടെ പോയി കിടന്നതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനുള്ളിൽ കൂടെ ഓടിക്കളിക്കാൻ തുടങ്ങി. പിന്നെ ഞാനവിടെ തുടങ്ങി. അങ്ങനെ വീണ്ടും ആ ടാസ്ക് ചെയ്തിരിക്കുന്നു. എന്നിട്ട് എൻ്റെ കാല് ഒളിക്കിട്ടപ്പോൾ ഇതെത്തിയപ്പോൾ എന്നിട്ട് ആ കാല് വേദനിച്ചിട്ട് പപ്പ ശരിയാക്കി തന്നു. നമുക്ക് വേദനിച്ചു. ഇതൊക്കെ അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഉള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതൊരു സ്റ്റെപ്പാണ്. ഇതിൻ്റെ അവിടെ തന്നെ എൻട്രൻസ് ഉണ്ട്. ഇല്ല, ഇതൊരു കുളം പോലെ അതിലേക്ക് വെള്ളമാക്കി
അപ്പം നല്ല രസമുള്ള കുളമല്ലേ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മേലെ കണ്ടു, അത് വെള്ളച്ചാട്ടമായിരുന്നു ഫസ്റ്റ്. പിറ്റേത്തൊരു പാലയുടെ മോൾക്ക് കയറുന്നതാണ്, പക്ഷെ കെക്കട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞാൽ അപ്പുറത്ത് കേൾക്കും, ഇതാണ് സംഭവം. അപ്പം ഞാൻ എന്തൊക്കെയാണ് മറ്റേ സ്വകാര്യം പറയാൻ പക്ഷെ വീഡിയോ വന്ന് അറിയണില്ല കേട്ടോ ഗൈസ്. അത് ഞാൻ ആ വലിയതിൽ കൂടെ നിരങ്ങി വരുകയാണ്, അതിൻ്റെ ഉള്ളിൽ നിരങ്ങിയത് വരുന്നില്ല, ഞാൻ ലാസ്റ്റ് ഉന്തി വിട്ടതാണ്. എന്നോട് കുടുങ്ങിയാണ് കേട്ടോ. പിന്നെ എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ വന്നതാണ്. പിന്നെ ഇതാ ഇവിടുത്തെ ഇങ്ങനെ നോക്കിയാൽ വ്യൂ ഇങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ കണ്ടോ, ഇതൊരു സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് കൂടെ നമുക്ക് കയറിയിട്ട് ഒരു മലയുടെ മുകൾക്ക് പോകും. എന്നിട്ട് അതിൻ്റെ റിട്ടേൺ ഉണ്ട്. ഇതൊരു 10 മണി വരെ ഓപ്പണാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് അടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, അവിടെ അടക്കുന്ന ടൈമും. പിന്നെ നിങ്ങൾക്ക് എത്ര ആണെങ്കിലും 5 രൂപയാണുള്ളത്. പിന്നെ ഈ പാർക്കിങ്ങിനുണ്ട് പൈസ. പാർക്കിങ്ങിന് എത്ര വെച്ചിട്ടാണ്? പാർക്കിങ്ങിൽ നമ്മൾ 1 മണിക്കൂറിന് 5, 2 മണിക്കൂറിന് 10, 3 മണിക്കൂറിന് 20, 15 അങ്ങനെ കേട്ടോ പൈസ വരുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഞാൻ രാത്രിത്തെ വ്യൂ കാണിച്ചു തന്നതാണ്. അവിടെ ലൈറ്റൊക്കെ ഇട്ടു, ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനത്തെ ലൈറ്റ് ഇട്ടു.